ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, അണ്ടോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വാട്സപ്പിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. വാട്സ് ബോക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ബോക്സിനകത്ത്, അതായത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുകൾ, നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫീച്ചേഴ്സുകൾ എന്തെല്ലാമാണെന്നുള്ളത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭ്യമാകുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കൂടുതൽ ഫീച്ചേഴ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പവർ ഫീച്ചർ എന്ന് പറയുന്ന മുകളിലത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. സ്റ്റാറ്റസ് ഡൗൺലോഡർ, പ്രൈവറ്റ് റീഡ് തുടങ്ങി ഒരുപാട് കാര്യം കാണാൻ സാധിക്കും. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാ ഫീച്ചേഴ്സുകളും പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സുകളും കാണിച്ചു തരികയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ സ്റ്റാറ്റസ് ഡൗൺലോഡർ എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റാറ്റസ്, നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള സ്റ്റാറ്റസുകളെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് മറ്റുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത് പ്രൈവറ്റ് റീഡ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടും മറ്റുമൊക്കെ ഇമെയിൽ ചാറ്റിംഗ് നടത്തുവാൻ സാധ്യമാകുന്ന ഒരു ഫീച്ചറാണിത്. ഡയറക്റ്റ് ചാറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് പ്രൊഫൈൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഡയറക്റ്റ് ചാറ്റ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് സ്മൈലി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വലിയ സ്മൈലികൾ നിങ്ങൾക്ക് അയക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നല്ലൊരു എഫക്റ്റ് ലഭ്യമാകുന്ന രീതിയിൽ കാണുവാൻ സാധിക്കും. വലിയ സ്മൈലികൾ നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീനർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ആഡിയോസ്, പിക്ചേഴ്സ്, വീഡിയോസ്, വോയിസ് നോട്ട്സ്, അതായത് നിങ്ങളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഡിയോസ്, പിക്ചേഴ്സ്, വീഡിയോസ് ഇവയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് മീഡിയ ബാക്കപ്പ്, നമ്മുടെ വാട്സപ്പ് മീഡിയ ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ സ്നൂസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ പോയിട്ട് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്കായിരിക്കും പോവുക. അതിൽ നിങ്ങൾ ഫോഴ്സ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടോ നമ്മുടെ വാട്സപ്പ് അടുത്ത് ഓപ്പൺ ആക്കുന്നത് വരെ നിങ്ങൾക്കത് വാട്സപ്പ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി യാതൊരുവിധ മെസ്സേജുകളോ നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ വരികയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്ഡേറ്റർ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റർ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വാട്സപ്പിൽ അപ്ഡേറ്റുകൾ വരികയെന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധ്യമാകും. ബ്ലാങ്ക് ചാറ്റുകൾ, അതായത് ബ്ലാങ്ക് മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ബ്ലാങ്ക് മെസ്സേജുകൾ അയക്കുവാവുന്നതാണ്. അതുപോലെ തന്നെ ഹൂ വ്യൂഡ് ബൈ മൈ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് പ്രൊഫൈലിലേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൂ ഈസ് ഓൺലൈൻ, ഇപ്പോൾ ഓൺലൈനിലേക്ക് ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ എത്ര സമയത്തിന് മുന്നാടിയാണ് ഓരോരുത്തരും നമ്മുടെ വാട്സപ്പിലുള്ള കോൺടാക്റ്റുകൾ എത്ര സമയത്തിന് മുന്നാടിയായിട്ടാണ് നമ്മുടെ ഓൺലൈൻ വന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ചാറ്റുകൾ, നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഡ് ചെയ്ത് മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഓപ്പൺ ചാറ്റ് വഴി നമുക്ക് സാധ്യമാകും. അതുപോലെ തന്നെ ടെസ്റ്റ് റിപ്പീറ്റർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ്, അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഹായ് എന്ന് അടിച്ചതിന് ശേഷം കൗണ്ടർ ഇപ്പോൾ 89, 90, 100 റിപ്പീറ്റേഷൻ ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സാധ്യമാകും. അതായത് ലോങ് മെസ്സേജുകൾ മറ്റും അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സാധ്യമാകും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് വീഡിയോ സ്പ്ലിറ്റർ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോവുക. ഗാലറിയിൽ പോയി ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് 30 സെക്കൻഡ് വീതമുള്ള ഒരുപാട് സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോ 30 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്പ്ലിറ്റ് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അയക്കുവാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുവാനും മറ്റൊക്കെ സാധ്യമാകും. അതായത് നമ്മുടെ വീഡിയോസുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും 30 സെക്കൻഡ് വീതം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഫൺ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഈ ഫൺ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മറ്റു വ്യക്തികളുമായിട്ട്
നേരിട്ട് ചാറ്റ് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല നല്ല വീഡിയോസുകൾ മറ്റവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൺ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രെൻഡിങ് സ്റ്റാറ്റസ്, നല്ല നല്ല സ്റ്റാറ്റസ് വീഡിയോസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡിങ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാനുമായിട്ട് സാധിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ഇതുവഴി ലഭ്യമാകും. ഒന്നിൽ കൂടുതൽ വാട്സപ്പുകൾ എങ്ങനെ ഉപയോഗിക്കണം, വാട്സപ്പ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണോ ഉള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഓപ്ഷനെ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാകും. അലർട്ട് മെസ്സേജുകൾ, വാട്സപ്പ് ലോക്ക്, സ്കാനിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സുകൾ, ഒരുപാട് ടിപ്സുകൾ, ട്രിക്സുകൾ എന്നിവ മൊത്തം ലഭ്യമാകുന്ന ഒരു കിടിലം ഒരു ആപ്ലിക്കേഷനാണ് ഈ വാട്സപ്പ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ചില ഫീച്ചേഴ്സുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ചില ഫീച്ചേഴ്സുകൾ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതും എനിക്കൊരു ഡൗട്ടാണ്. കാരണം നമ്മുടെ അതായത് വാട്സപ്പ് സ്മൈലി എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഹൂ വ്യൂഡ് മൈ പ്രൊഫൈൽ ഇത് പ്രോപ്പർ ആണോ എന്നുള്ളത് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി